പത്രമാധ്യമങ്ങളിലും ടെലിവിഷനുകളിലും എല്ലാ മാധ്യമങ്ങളിലും അടുത്ത മാർപ്പാപ്പ ആരായിരിക്കണമെന്നതിനെക്കുറിച്ച് പല യോഗ്യതകളെക്കുറിച്ചുമൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വാസ്തവത്തിൽ തിരുസഭയുടെ ചരിത്രത്തിൽ ആദ്യത്തെ കോൺക്ലേവ് എന്ന് നമ്മൾ ഔദ്യോഗികമായിട്ടല്ലെങ്കിലും എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കോൺക്ലേവ് സ്വർഗത്തിൽ നടന്നിരുന്നു. അതെപ്പോഴാണ്? ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസിനെ ഈശോ തിരഞ്ഞെടുക്കുമ്പോൾ സ്വർഗത്തിലായിരുന്നു ആ കോൺക്ലേവ് നടന്നിരുന്നത്. അന്ന് 2/3 ഭൂരിപക്ഷമല്ലായിരുന്നു പത്രോസിന് കിട്ടിയത്, ഫുൾ ഭൂരിപക്ഷമായിരുന്നു. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നു ചേർന്ന് എടുത്ത ഒരു തീരുമാനമായിരുന്നു. എന്നാൽ ആ തിരഞ്ഞെടുപ്പിൽ പത്രോസിനുണ്ടായിരിക്കേണ്ട യോഗ്യത എന്താണ് എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ്റെ കഴിവോ ഡിഗ്രികളോ ഒന്നുമല്ലായിരുന്നു ദൈവം നോക്കിയത്. മറിച്ചെന്താണ്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്,